ഞാനേ അത്യാവശ്യമായി ഒരിടം വരെ പോവുക. ഒന്നും കഴിച്ചില്ലല്ലോ. വന്നിട്ട് കഴിക്കാം. നീ എനിക്ക് കാപ്പി കൊടുക്ക്. അവരും വാ മോനെ, വാ. ഞാൻ അവിടെ ഇരിക്കും. നീ എന്താണ് പഠിക്കുന്നില്ലെന്ന് പറഞ്ഞത്? വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ ഒരാള് വേണ്ടേ ഗോപി? നീക്കും വലുതായിട്ടല്ലേ വീട്ടുകാര്യങ്ങളെല്ലാം നോക്കേണ്ടത്? നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ അമ്മാവനുണ്ട്. നിങ്ങൾക്ക് ആരുമില്ലല്ലേ? അതെന്താ, അമ്മയില്ലേ? അമ്മ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും വേണോ? നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങോട്ട് പോര്. നല്ല ശിക്ഷയായി. അമ്മയെ കൊന്നാലും വരത്തില്ല. ആ, എല്ലാരും വാ, കാത്തു പിടിക്കാം. അച്യുതനോ? ഓ, വാസുവിന്റെ കാര്യത്തിന് വന്നതായിരിക്കും. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ആ കള്ളനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി വിടുന്ന പ്രശ്നമേ ഇല്ല. വാസു കള്ളനല്ല. പിന്നെ അവന്റെ വീട്ടുമുറ്റത്തെ കുളത്തിൽ നിന്നും പോലീസ് തൊണ്ടി കണ്ടെടുത്തോ? അതെങ്ങനെ കുളത്തിൽ വന്നുവെന്ന് മുതലാളിക്ക് അറിയാമല്ലോ. ഞാൻ അവിടെ കൊണ്ടുവന്ന് ഇടിച്ചെന്നാണോ? സംശയം എന്താ? ഒരു നിസ്സാര കുറ്റത്തിന് നിങ്ങളന്ന് വാസുവിനെ പിരിച്ചുവിട്ടു. ഞങ്ങൾ എതിർത്തുകൊണ്ട് നിങ്ങൾക്ക് അവനെ തിരിച്ചെടുക്കേണ്ടി വന്നു. ആ പക പോക്കാനല്ലേ നിങ്ങൾ ഇപ്പോഴും ഈ കള്ളക്കേസ് ഉണ്ടാക്കിയത്? കള്ളക്കേസോ? അവൻ കുറ്റം സംഭവിച്ചല്ലോ. പോലീസിന് മർദ്ദനേറ്റപ്പോൾ അവൻ ചെയ്യാത്ത കുറ്റം ഏറ്റിരിക്കും. മുതലാളി, ഞങ്ങൾക്ക് ഒരപേക്ഷയുള്ളൂ. വാസുവിനെ ഇറക്കി വിടണം. സഹായം അദ്ദേഹത്തിന്റെ കാര്യം പിടിക്കുന്നത്. വാസുവിനെ ഇറക്കിയിരിക്കാൻ കഴിയുമോന്ന് നമുക്ക് നോക്കാം. അച്യുത, ഇങ്ങോട്ട് വന്ന്. അച്യുത, നീ മംഗളത്തെ തറവാട്ടിലതല്ലേ? പക്ഷേ നീ തൂളേറ്റായിട്ട് നടക്കുന്നവരെല്ലാം എരപ്പാളികളാണല്ലോ. ഓഹോ, എങ്കിൽ ഞാൻ മുതലാളിയുടെ തോളിൽ കൈയിടാം. അച്യുത, നീ ബുദ്ധിമുട്ടുകാരനാണ്. നിനക്കെന്താവശ്യമുണ്ടെങ്കിലും ഞാൻ സഹായത്തിനുണ്ട്. തൽക്കാലം ഒരാവശ്യമേ ഉള്ളൂ. പറയൂ. വാസുവിനെ ഇറക്കി വിടണം. ഇല്ലെങ്കിൽ മുതലാളിക്ക് ഫാക്ടറി കടക്കാൻ പറ്റില്ല. നിങ്ങൾ എന്ത് ചെയ്യുമല്ലോ? കാണാൻ പോകുന്ന പോലും പറഞ്ഞു കേൾപ്പിക്കണം. വാസകാവേ, നിനക്കാ വീട്ടിൽ പോകാൻ എന്ത് കാര്യം? നിന്റെ അച്ഛനെ നിഷേധിച്ച് ഇവിടുത്തെ കാര്യസ്ഥന് വേലുവിന്റെ മോളെ സംബന്ധം ചെയ്തവനാ നിന്റെ അമ്മാവൻ. അന്ന് അവനെ ഈ പഠിക്ക് പുറത്താക്കിയതാ. അതുകൊണ്ട് അമ്മാവന് ഒരു കുഴപ്പവും പറ്റിയില്ലല്ലോ. അന്തസ്സായി ജോലി ചെയ്ത് ജീവിക്കുന്നു. ഈ തറവാട്ടിൽ പറഞ്ഞവൻ കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്നതാണോടാ അന്തസ്? എടാ, അവൻ ഈ സ്നേഹം ഭാവിച്ച് വാലാട്ട് നടക്കുന്നത് എന്തിനാണെന്ന് അറിയാവോ? നിന്നെ വശത്താക്കിയിട്ട് വേണം ഈ തറവാട്ടിൽ കയറാൻ. അതിന് ഞാൻ കത്ത് എന്റെ 16 അടിയന്തരം കഴിയണം. അമ്മാവൻ അങ്ങനെ ഒരു ആഗ്രഹമില്ല. ആര് വിളിച്ചാലും ഈ വീട്ടിൽ കയറിയില്ല. എന്താടി, ഇന്ന് പള്ളിക്കൂടം നേരത്തെ വിട്ടോ? ഫീസ് എടുക്കാത്തല്ലേ ഇറക്കി വിട്ടതാ. 7:30 നിന്നെ ഇറക്കി വിട്ടത്? ഹെഡ് മാസ്റ്റർ. യശ് മാസ്റ്ററോ? ആ തറകലെ നാണോന്റെ മോനല്ലേ നിന്റെ യശ് മാസ്റ്റർ? അവന്റെ അമ്മയെ പണ്ട് ഈ വീട്ടിൽ ചാണകം വരാൻ നിന്നതാ. നമ്മളെ കൊച്ചാക്കാൻ വേണ്ടി അല്ലയോടി അവൻ നിന്നെ ഇറക്കി വിട്ടത്. അമ്മ എന്തിനാ ഇതൊക്കെ പറയുന്നത്? ഫീസ് കൊടുക്കാതെ പഠിക്കാൻ പറ്റുമോ? കൂലിപ്പണിക്കാരനാണെങ്കിലും അമ്മാവും പിള്ളേരെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ നീ വേറെ തന്നെയുടെ കൂടെ എനിക്ക് ഫാക്ടറിക്കകത്ത് പോകണം. വഴി മാറിത്തരണം. വാസുവിന് തിരിച്ചെടുക്കാൻ നിങ്ങൾ അകത്ത് വിടില്ല. മാറിത്തരാനാ പറഞ്ഞു. എല്ലാവരും നിലത്തിരിക്കണം. ഈ ഇരിക്കുന്ന തൊഴിലാളികളെ ചവിട്ടി മിതിച്ച മുതലാളിക്കകത്ത് പോകാൻ പറ്റൂ. ഞാൻ പോകും. ജാനകി, ഒരു ജാനകി. അച്യുതനോടി? ഇല്ല, അവൻ സന്ധ്യയ്ക്കോട് വന്നെന്നാ കിഴക്ക വീട്ടുകാർ പറഞ്ഞോടി. കാലത്ത് ഇറങ്ങിപ്പോയാണ്. ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കയറി നോക്ക്. എവിടെ വിളിച്ചിരുന്നാലും നേരം വിളിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ അവനെ പിടിക്കും. ആരത്? മോനെ, അമ്മാവനാ. അമ്മാവ, വൈകുന്നേരം അമ്മാവനെ തിരിച്ച് പോലീസുകാർ വന്നിരുന്നു. എന്നിട്ട് ഇവിടെ
വന്ന സ്റ്റേഷനിൽ അറിയിക്കാമെന്ന് അമ്മ പറഞ്ഞു. മോന് വീട് വരെ ഒന്ന് പോയിട്ട് വരാൻ പേടിയാവും? ഇല്ല മാവ. എന്നാല് അവിടെ ചെന്ന് എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് അമ്മായിയോടൊന്ന് പറഞ്ഞിട്ട് വരാമോ? ശരി മാവ. സൂക്ഷിച്ചു പോകണം. ശരി മാവ. അമ്മ നല്ല ഉറക്കണം. അമ്മ ഞാൻ അകത്തേറിയിരിക്കണം. പോലീസുകാരുടെ കയ്യിൽ അകപ്പെടാതെ തൽക്കാലം എങ്ങോട്ടെങ്കിലും മാറി നിൽക്കാൻ പറയണം. ഞാനും പോയി പറയാമേ. വേണ്ട മണി, നീ ഇപ്പൊ അങ്ങോട്ട് പോകുന്നത് അപകടമാണ്. എങ്കിലും പോകണം മണി. ശരി മണി, എളുപ്പം ചെല്ലേ. നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. വരണം. ചേച്ചി, ഇത് വേണമായിരുന്നു. അമ്മയുടെ പോലീസിനെ അറിയിച്ചത് അതേടാ. ഈ തറവാടിന്റെ മുഖത്ത് കരുവാരി തെറ്റിച്ച് ഇറങ്ങിപ്പോയെന്ന് ഞാൻ വെറുതെ വിടില്ല. എന്തായാലും അമ്മാവൻ അമ്മയുടെ കൂടപ്പുറത്തല്ലേ? കൂടപ്പുറത്ത് എനിക്ക് അങ്ങനെ ഒരു കൂടപ്പുറത്തില്ലടാ. അവനെന്റെ ശത്രുവാണ്, കുടുംബദ്രോഹിയാണ്. അച്ഛനെ അറസ്റ്റ് ചെയ്തു. കൺഗ്രാജുലേഷൻസ് ഇൻസ്പെക്ടർ. അവനാണ് ഫാക്ടറിയിലെ ഏറ്റവും വലിയ തലവേദന. ഇനി അവൻ എഴുന്നേറ്റ് വന്ന് സമരം ചെയ്യരുത്. ഇന്ന് എങ്ങനെ ഇരിക്കുന്നു സഖാവേ? ഇടതുവശം അനക്കാൻ മേല. ഒരു മാസമായില്ലേ ഈ കിടപ്പ് തുടങ്ങിയിട്ട്? നടുവിനാ ചവിട്ട് കിട്ടിയത്. നീളം തിരിച്ചു കിട്ടിയത് എന്ന ഭാഗ്യം. കഷായം കുടിക്കുന്നില്ലേ? അതിന്റെ കയ്പ് കൊണ്ട് എന്റെ വാ മരവിച്ചു പോയി. ഇതിന് ആയുർവേദ ചികിത്സയാണ് നല്ലത്. ഞങ്ങളൊന്ന് പുറത്തോട്ട് പോകുന്നു. എവിടേക്കാ? കഷായത്തിന് മരുന്ന് മേടിക്കാൻ. സഹാബിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഒരു പണപ്പിരിവ് നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. ആ പണം എനിക്ക് ആവശ്യമില്ല. അത് സമരത്തിന് വേണ്ടി ചെലവാക്കും. എന്ത് ത്യാഗം സഹിച്ചും സമരം വിജയിപ്പിക്കണം. ഒരു കൊച്ചു മാലയും പൂക്കാണ്ടി പോലുള്ള 2 പൂവുമല്ലേ നീ ഇവിടെ കൊണ്ട് പണയം വെച്ചിരുന്നത്? മുതലും പലിശയും കൂടെ കൂട്ടിക്കഴിഞ്ഞാ കാശിപ്പോ ഇങ്ങോട്ട് വരും. അയ്യോ ചെറിയാച്ച, 250 രൂപയല്ലേ ഞാൻ മേടിച്ചുള്ളൂ. അപ്പൊ പിന്നെ പലിശ പോയി. അവൻ മലവെള്ളം പോലല്ലേ കയറി പോകുന്നത്. അച്ഛൻ എണീക്കട്ടെ മോളെ, നമുക്ക് വലിയൊരു മാല മേടിച്ചു തരാം. ഇത് വിളിച്ചെടുത്തു. നേര് പറഞ്ഞ നിങ്ങളെടുത്തു നോക്കി എനിക്കിത് വാങ്ങിക്കാൻ വലിയ മനപ്രയാസമാണ്. പക്ഷെ ഞാനും തൊഴിലുകാരനായി പോയില്ലോ. ആ മോളെ, മോള് പോയി ആ ബുക്കിലെ കടയിൽ നിന്ന് ഒന്ന് മുറുക്കാൻ മേടിച്ചെടുത്ത. ആ മോളെ കാലിപ്പോയി മേടിക്കണം കേട്ടോ. ശരി. അച്ഛനെ കിടപ്പായതിനു ശേഷം വീട്ടിൽ വലിയ ഞെരുക്കം അയ്യോ. എന്ത് ചെയ്യാനോ ചെറിയാച്ച, ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല. മനസ്സ് വച്ച വഴി ഉണ്ടാവും. അതെങ്ങനെ? നീ 2-3 പെറ്റതല്ലോ. നിന്നോട് ഞാൻ കത്തറിച്ച് പറയാം. ചെറിയാച്ച, ഞാൻ അത്തരക്കാരിയല്ല. ഇത് വല്ലതും അറിയാൻ പോകുന്നു. ഇങ്ങോട്ട് നോക്ക്. ഞാൻ പറയുന്ന പോലെ കേട്ടാ നിന്റെ സർവ്വ കഷ്ടപ്പാട് ഞാൻ തീർത്തു തരാം. കൈ നിറച്ച് കാശും തരാൻ മതി. ആ കാശ് എനിക്ക് വേണ്ട. ഇങ്ങോട്ട് നോക്ക്. നിന്നെ കണ്ടാലും ഉള്ള ഒരാശയാടി അത് ഒതുക്കി തോന്നുന്നില്ല. പരമദ്രോഹി. ഒത്തിരി പൊന്നുണ്ടായിരുന്നത് മുഴുവൻ അവന്റെ പെട്ടിയിലായി. എന്റെ മാലയുടെ കയ്യിലാണ്. എനിക്കിവിടെ നിന്നൊന്ന് എഴുന്നേക്കാൻ പറ്റിയിരുന്നെങ്കിൽ അവന്റെ കഴുത്തിനരിച്ച് ഞാൻ കൊന്നേനെ. നിറഞ്ഞോരമ്മേ, തിന്മയിൽ നിന്നു നമ്മെ
കാത്തൂരക്ഷിക്കമ്മേ കനിയുള്ള കന്നിയമ്മേ.